ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എഗ്ഗും അതുപോലെ തന്നെ പാലും ഒന്നും ചേർക്കാതെ തന്നെ എങ്ങനെയാണ് ഒരു 2 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് വൈറ്റ് കളർഡ് ഗാർലിക് സോസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാനിവിടെ 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ വിനേഗർ എടുത്തിട്ടുണ്ട്. അതിന് പകരം ലെമൺ ജ്യൂസ് എടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പ്, പിന്നെ ഒരു 4-5 ഐസ് ക്യൂബ്സ് വേണം. 3-4 അല്ലെങ്കിൽ 5 ആയാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് അതിനേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള ഓയിൽ വേണം. പിന്നെ ഒരു മിക്സിയുടെ ജാറിൻ്റെ അടപ്പ് ഇതുപോലെ നമുക്ക് തുറന്നെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതല്ല സാധാരണ അടപ്പാണെങ്കിൽ അത് നമുക്ക് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ഓഫ് ചെയ്ത് വീണ്ടും അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ വെളുത്തുള്ളിയും വിനേഗറും ഉപ്പും ഐസ് ക്യൂബ്സും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്യണം. നമ്മൾ സാധാരണ തൂമുണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് ഉപ്പ് ചേർക്കാറുള്ളൂ. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഉപ്പ് ചേർത്താലേ ഇതിൽ ഉപ്പ് രസം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളമൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരഞ്ഞു ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഈ അടപ്പ് തുറന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെയായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ ഇതിങ്ങനെ തുറക്കാൻ പറ്റാത്തതാണെങ്കിൽ മിക്സി ഓഫ് ചെയ്തിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ അരയ്ക്കുക. പിന്നെ ഒന്നുകൂടെ ഓൺ ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടെ ഓഫ് ചെയ്യുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ ഒരു അരക്കപ്പോളം ഇതിനകത്ത് ചേർക്കുന്നേ ഉള്ളൂ, മുഴുവനായിട്ടൊന്നും ചേർക്കേണ്ടി വന്നില്ല. അപ്പോഴേ ഒരു അരക്കപ്പ് ചേർത്തപ്പോഴേക്കും തന്നെ ഇത് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എടുത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ആയിട്ടുണ്ട് എന്നുള്ളത്. കണ്ടോ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതിൽ കൂടുതൽ നമ്മൾ ഇനി ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തിക്നെസ് നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഇത് ഓയിൽ പോലെ തന്നെ ആയി മാറും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലെത്തുമ്പോൾ നിർത്തണം. ഇനി ഇത് വേണമെങ്കിൽ കൂടുതൽ തിക്കാവണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ വെജനായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.